ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ മെത്തേഡിലേക്കാണ് പോകുന്നത്. അതായത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇന്നലെ പറഞ്ഞു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് അധികം ഇക്വേഷൻസ് പഠിക്കേണ്ട ഒരു മെത്തേഡാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്വേഷൻസ് വളരെ സിമ്പിളാണ്. അത് മനസ്സിലാക്കിയിട്ട് ഒരു ലെവലിൽ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ അത്ര വലിയ റിസ്ക് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ് വെയ്റ്റഡ് അഗ്രഗേറ്റീവ് മെത്തേഡിൽ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. അതിന് 6 ഇക്വേഷൻസ് അല്ലെങ്കിൽ 6 ഫോർമുലാസാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് പെയേഴ്സ് ഫോർമുല, പാസ്റ്റേഴ്സ് ഫോർമുല, ഫിഷേഴ്സ് ഫോർമുല, അതേപോലെ മാർഷൽ എഡ്ജ്വർത്ത് ഫോർമുല, ബൗളി ഡോർബിഷ് ഫോർമുല, കെല്ലീസ് ഫോർമുല. അപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പം വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതെല്ലാം ഒന്നിനോട് ഒന്ന് കണക്റ്റഡ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഗുണം എന്ന് പറയുന്നത്. നിങ്ങൾക്കത് പഠിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ എളുപ്പത്തിൽ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൽ ഫസ്റ്റ് ഫോർമുല നോക്കുക, ലാസ്റ്റ് പെയേഴ്സ് ഫോർമുല. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിൽ ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയസ് കമ്മോഡിറ്റീസ് ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് ബോട്ട് ഓർ സോൾഡ് ഇൻ ദ ബേസ് ഇയർ are taken and their values at the recent prices, current prices is compared with their value at the base price. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇൻഡെക്സ് നമ്പർ എപ്പോഴും കമ്പയർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഒരു അടിസ്ഥാന വർഷത്തിന് അനുയോജ്യമായ രീതിയിലാണ് നമ്മൾ കാണുക എന്ന് പറഞ്ഞു. ഒരു വർഷം സെലക്ട് ചെയ്തിട്ട് ആ വർഷത്തിനോട് കമ്പയർ ചെയ്യാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ലാസ്റ്റ് പെയറിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? കറണ്ട് ഇയർലിയും ബേസ് ഇയർലിയും എത്ര ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, കമ്മോഡിറ്റി വാങ്ങി, വിറ്റു എന്നുള്ള കാര്യങ്ങളാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇക്വേഷൻ വളരെ സിമ്പിളായിട്ടിരുന്നു. ഇവിടെ നല്ലോണം ശ്രദ്ധിക്കുക. ഇവിടെ സിഗ്മ P1Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0Q0 ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ലാസ്റ്റ് പെയറുടെ ഇൻഡെക്സ് നമ്പർ പഠിക്കുമ്പോൾ ജസ്റ്റ് ടോട്ടൽ വേണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ മുകളിലും താഴെയും സിഗ്മ വന്നു. ഓക്കെ, P1 ബൈ P0. P1 എന്ന് പറഞ്ഞാൽ നമ്മളുടെ കറണ്ട് ഇയർ, P0 പറഞ്ഞാൽ നമ്മളെടുത്ത ബേസ് ഇയർ. രണ്ടിലും ക്വാണ്ടിറ്റി സെയിം ആണ്. അത്രയും നിങ്ങളത് മനസ്സിലാക്കുക. നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്താണ്? വർഷങ്ങൾ തമ്മിലാണ്. ക്വാണ്ടിറ്റി എടുക്കുന്നത് എന്താണ്? സെയിം ആണ്. എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഏത് വിലയ്ക്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അവിടെ ചേഞ്ച് ഇല്ല, പ്രൈസിലാണ് ചേഞ്ച്, ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് ഇല്ല. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ P1 ബൈ P0 ഇൻറ്റു Q0 ബൈ അതിന് രണ്ടിലും Q0 ആണ് വരുന്നത്. അപ്പോൾ അവിടെ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബേസ് ഇയർ ക്വാണ്ടിറ്റി ഫോംസ് ദ വെയിറ്റ്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ബേസ് ഇയറിൻ്റെ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റീസ് എത്ര കൺസ്യൂം ചെയ്തു എന്ന് കറണ്ട് ഇയർത്തെ ഒന്നും നോക്കണ്ട. നമ്മുടെ ക്വാണ്ടിറ്റി എപ്പോഴും സെയിം. അതുകൊണ്ടാണ് Q0 രണ്ടിലും വരാൻ കാരണം. പകരം നമ്മുടെ പ്രൈസിൽ മാത്രമാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് P1 ബൈ P0 വന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഈ ഒരു മെത്തേഡ് സിമ്പിളാണ്, കുഴപ്പമൊന്നുമില്ല. ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, കൺസംഷനിൽ വരുന്ന ചേഞ്ചോ പ്രൊഡക്ഷനോ സെയിലൊന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടും Q0 ആണ്. അത് മാത്രമാണ് ഇതിൻ്റെ വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് അപ്പർ ലിമിറ്റ് ടു ദ പ്രൈസ് ചേഞ്ച് ആൻഡ് ദിസ് ടൈപ്പ് ഇൻഡെക്സ് നമ്പർ ഈസ് ലൈക്ലി ടു ഹാവ് ആൻ അപ്വേർഡ് ബയസ് ഇൻ പ്രൈസ് ചേഞ്ചസ്. ഇനി ലാസ്റ്റ് പെയേഴ്സിൻ്റെ ഫോർമുല ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ടൈം റിവേഴ്സൽ ഓർ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിനൊന്നും സപ്പോർട്ടല്ല, അല്ലെങ്കിൽ അതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കാരണം ക്വാണ്ടിറ്റി സെയിം എടുത്തു, പ്രൈസിൽ വരുന്ന ചേഞ്ച് മാത്രമാണ് ഇവിടെ നോക്കിയത്. അപ്പോൾ ആ ഇക്വേഷൻ നന്നായിട്ട് മനസ്സിൽ ഓർക്കുക. സിഗ്മ P1Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0Q0 ഇൻറ്റു 100. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് വരിക, പാസ്റ്റേഴ്സ് ഫോർമുല. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? P1 ബൈ P0 ഉണ്ട്, രണ്ടിലും Q0 ആണ്. പക്ഷേ ഇവിടെ പ്രത്യേകത P1 ബൈ P0 സെയിം തന്നെ. ഇവിടെ നമ്മൾ Q1 ആണ് രണ്ടിലും എടുക്കുന്നത്. ആദ്യത്തേൽ Q0 ആയിരുന്നു വന്നത്, രണ്ടാമത്തേൽ എന്താണ്? Q1 ആണ് എടുക്കുന്നത്. അത്രേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതേ ഓർഡറിൽ പഠിച്ചു വെച്ചാൽ മതി. ലാസ്റ്റ് പെയറിന് എടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്നുള്ളതും പാസ്റ്റേഴ്സ് എടുക്കുമ്പോൾ വരുന്ന പ്രത്യേകത. P1 ബൈ P0 കോമൺ ആണ്. ആദ്യത്തേൽ Q0 ആണ് രണ്ടിലും വരുന്നത്, രണ്ടാമത്തേൽ രണ്ടിലും Q1 ആണ് വരുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. വളരെ സിമ്പിൾ തന്നെയാണ്. ഇവിടെയും ഇവിടെ കറണ്ട് ഇയർ ആണ് എന്തായിട്ട് എടുക്കുന്നത്? വെയിറ്റ് ആയിട്ട് എടുക്കുന്നത്. നമ്മൾ മുകളിലത്തേൽ ചെയ്തപ്പോൾ ബേസ് ഇയർ ആയിരുന്നു അതിൻ്റെ വെയിറ്റ് ആയിട്ട് എടുത്തത്. ഇവിടെ കറണ്ട് ഇയറിനാണ് പ്രാധാന്യം. ഈ മെത്തേഡും സിമ്പിൾ തന്നെയാണ്. ഇവിടെ ക്വാണ്ടിറ്റീസ് ബേസ് ഇയറിലെ ക്വാണ്ടിറ്റീസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ഇതിന് കുറച്ച് ഡ്രോബാക്കുകളൊക്കെ പറയുന്നുണ്ട്, കുറച്ച് ഡിഫിക്കൽട്ടീസ് പറയുന്നുണ്ട്. ക്വാണ്ടിറ്റി
ഓരോ ഇയർലി നമ്മൾ കളക്ട് ചെയ്യുന്നില്ല. കഴിഞ്ഞതിലെന്നും പറയുമ്പം നമ്മൾ ലാസ്റ്റ് ഇയറിലെ മാത്രമാണ് ക്വാണ്ടിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ക്വാണ്ടിറ്റി Q0 എന്ന് പറയുമ്പോൾ എന്താണ്, ബേസ് ഇയറിൽ മാത്രമേ എടുത്തുള്ളൂ. ഇവിടെ പറയുമ്പോൾ കറണ്ട് ഇയറിൽ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഡ്രോബാക്ക് ഒക്കെ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഫോർമുലയിലേക്ക് വരിക. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ആരുടെ ആയിരുന്നു, ലാസ്റ്റ് പെയറിൻ്റെ. രണ്ടാമത്തെ പാസ്റ്റേയുടെ. മൂന്നാമത്തത് ഫിഷേഴ്സ് ഫോർമുല. ഇതിനാണ് നമ്മളൊരു ഐഡിയൽ ഫോർമുല എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഏകദേശം എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഫിഷേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പേരെടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആ ഇക്വേഷനിൽ ചെയ്യാം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഫിഷേഴ്സ് ഇൻഡെക്സ് ചെയ്താലും മതി. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത, ഇവിടെ നിങ്ങൾ ആദ്യം പഠിച്ച 2 ഇക്വേഷൻ ഇല്ലേ, ആ 2 ഇക്വേഷൻ ഇൻറ്റു ചെയ്യാണ് ചെയ്യുന്നത്. ഒപ്പം അതിൻ്റെ സ്ക്വയർ റൂട്ടും കാണാം. ഇത്രയേ ഉള്ളൂ, വേറെ ഒരു ചേഞ്ചും ഇല്ല. ആദ്യം പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു, നമ്മൾ ക്വാണ്ടിറ്റീൻ്റെ ബേസ് ഇയറിൽ വരുന്നത്. അതായത് സിഗ്മ P1 ബൈ Q0, P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0, അതായിരുന്നു ആദ്യത്തെ ഇക്വേഷൻ. ഇൻറ്റു രണ്ടാമത് പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു, രണ്ടും Q1 ആയിരുന്നു അല്ലേ. അപ്പോൾ സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100, അത് കോമൺ ആയിരുന്നല്ലോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ആദ്യത്തെ രണ്ടാമത്തെ ഇക്വേഷൻ തമ്മിൽ ഇൻറ്റു ചെയ്തു, എന്നിട്ട് കിട്ടുന്ന ആൻസറിൻ്റെ റൂട്ടും കണ്ടു. അത്രയേ ഉള്ളൂ ഫിഷേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർമുല ഇവിടെ പ്രധാനമായിട്ടും 2 വർഷത്തെ പ്രൈസിനെയും ക്വാണ്ടിറ്റീനെയും അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ ഡ്രോബാക്ക് പറഞ്ഞത് അവിടെ ബേസ് ഇയറിൽ മാത്രം ക്വാണ്ടിറ്റി ആയിരുന്നു, രണ്ടാമത്തേൽ കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി മാത്രമായിരുന്നു. പ്രൈസ് രണ്ടിലും കാണിക്കുന്നുണ്ടായിരുന്നു, 2 പ്രൈസും. ഇവിടെ എത്തിയപ്പോൾ എന്തായി, ഈ ഒരു ഇക്വേഷനിലേക്ക് വന്നപ്പോഴേക്കും നമുക്ക് 2 വർഷങ്ങളിലെ പ്രൈസും ക്വാണ്ടിറ്റി എല്ലാം കാണിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇതിനെന്ത് പേരിൽ പറയുകയാണെങ്കിൽ ഒരു ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ടെസ്റ്റുകളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കുറേ ബോത്ത് ആൻഡ് ഡൗൺവേർഡ് ബയസ് എല്ലാം അതിലില്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും കാര്യങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ച് ചെയ്യണം എന്നുള്ളത് മാത്രം. അപ്പോൾ ഇൻഡെക്സ് നമ്പറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, നമ്മൾ ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതേപോലെ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടിലും ബേസ് ഇയറും കറണ്ട് ഇയറും ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. പിന്നെ ജോമെട്രിക് മീൻ ഓഫ് ലാസ്റ്റ് പെയർ ആൻഡ് പാസ്റ്റ് ഇയേഴ്സ് ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് പെയറിൻ്റെയും പാസ്റ്റ് ഇയേഴ്സിൻ്റെ ഒക്കെ പോരായ്മകളെ നികത്തിക്കൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മൂന്നാമത്തെ ഇക്വേഷൻ. നാലാമത്തെ ഇക്വേഷനിലേക്ക് വരുമ്പോൾ മാർഷാൽ എഡ്ജ്വർത്ത് ഫോർമുല. ഇവിടെ നമുക്ക് മുകളിൽ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. പക്ഷേ ചെറിയതായിട്ട് നമുക്ക് മാറ്റം അതിൻ്റെ സൈനിൽ മാത്രമാണ്. എന്താ വ്യത്യാസം, ഇവിടെ നോക്കുക. ലാസ്റ്റ് പെയറുടെയും പാസ്റ്റേയുടെയും ഇക്വേഷൻ നമ്മൾ എഴുതി, നടുവിൽ രണ്ടിലും പ്ലസ് ചിഹ്നമാണ് വന്നിരിക്കുന്നത്. സ്ക്വയർ റൂട്ടൊന്നുമില്ല, പ്ലസ് ആണ് ചെയ്യേണ്ടത്. പിന്നെ ഇൻറ്റു 100 കോമൺ ആട്ടോ, അത് മറക്കരുത്. ഇവിടെ നമ്മൾ ചെയ്തത് 2 ഇക്വേഷന് ഇൻറ്റു ചെയ്തു. അവിടെ ചെയ്യുന്നത് നമുക്ക് ഇവിടെ രണ്ടിനും കോമൺ ആയിട്ട് ഇൻറ്റു ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വന്നപ്പോഴോ മുകളിലും സെപ്പറേറ്റ് പ്ലസ് ആണ്, താഴെയും പ്ലസ് ആണ്. അപ്പോൾ രണ്ടിലും പ്ലസ് ആണെന്ന് മാത്രം ഓർത്ത് വയ്ക്കുക, സ്ക്വയർ റൂട്ടൊന്നുമില്ല. ഇൻറ്റു 100 കോമൺ ആണ്. ഇതാണ് മാർഷാൽ എഡ്ജ്വർത്ത് ഫോർമുല എന്ന് പറയുന്നത്. ഇനി കുറച്ചൊരു വ്യത്യാസം വന്നിരിക്കുന്നത്, തൊട്ടടുത്ത ബൗളി ആൻഡ് ഡോർബിഷ് ഫോർമുലയും സെയിം തന്നെയാണ്. ചെറിയ വേരിയേഷൻ ഇവിടെ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ ആ ഇക്വേഷൻ്റെ തൊട്ട് മുന്നേ എന്തുണ്ട്, ഒരു ഹാഫ് കൂടി അവിടെ വരുന്നുണ്ട്, 1/2 കൂടി വരുന്നുണ്ട്. കാരണം ഇതിൽ ക്ലിയർ ആയിരിക്കും, ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ്റെ തൊട്ട് മുമ്പിൽ ഇവിടെ ഒരു ഹാഫ് എന്ന് കണ്ടില്ലേ, ഈ ഒരു ഹാഫ് അവിടെ വന്നു എന്ന് മാത്രം, അത്രയാണ് ആ പ്രത്യേകത ഉള്ളൂ. അപ്പോൾ ഇതും സിമ്പിളാണ്. ആൻഡ് ലാസ്റ്റ് വണ്ണാണ് കുറച്ച് വ്യത്യാസം വന്നിട്ടുള്ളൊരു ഫോർമുല, കെല്ലീസ് ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ ആദ്യത്തേൽ Q0, രണ്ടാമത്തേൽ Q1, മൂന്നാമത്തേൽ 2 എടുത്തു, നാലാമത്തെയൊക്കെ ആയപ്പോഴൊക്കെ 2നും ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇവിടെ വരുമ്പോൾ എന്താ വെച്ചാൽ സിഗ്മ P1 Q ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q ഇൻറ്റു 100. ഇവിടെ Q എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇത് Q0 ആണോ അല്ലെങ്കിൽ Q1 ആണോ എന്ന് പറയുന്നില്ല. വളരെ ഷോർട്ടായിട്ടുള്ള ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത, ഈ Q എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ ഈ Q കാണണമെങ്കിൽ അതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു കാര്യം പഠിക്കാനുണ്ട്, എങ്ങനെയാണ് ഈ Q കാണുക എന്നുള്ളത്. Q കാണുക എന്ന് പറഞ്ഞാൽ Q0 പ്ലസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ്. അങ്ങനെയാണ് ആ Q കണ്ടുപിടിക്കുന്നത്.
അത് നമുക്ക് സെപ്പറേറ്റ് ഇക്വേഷനിലായിട്ട് നോക്കാം. അപ്പോൾ ജസ്റ്റ് കെല്ലീസ് ഫോർമുല എന്താണ്? സിഗ്മ P1Q/σP0Q × 100 അത്ര മാത്രം പഠിക്കാം. നമുക്കിനി ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ധാരാളം ചാൻസ് ഉള്ള ഒരു മോഡലാണ്. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഈ പല ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രാധാന്യത്തോടെ തന്നെ പഠിക്കാതെ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലെല്ലാം ക്ലിയർ ആയിരിക്കും എല്ലാ മെത്തേഡും. ഇവിടെ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് ലാസ്പെയറിൻ്റെ പറഞ്ഞിട്ട്, പാസ്ചയുടെ, ബൗളിയുടെ, ഫിഷേഴ്സ് മെത്തേഡ്, മാർഷാൽ എല്ലാം പറഞ്ഞിട്ട്, കെല്ലീസ് മാത്രം പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ബാക്കി 5 മെത്തേഡ് ഇതിൽ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. പ്രൈസും ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട്. പ്രൈസ് കമ്മോഡിറ്റി ABCD 4 കമ്മോഡിറ്റി തന്നിരിക്കുന്നത്. അതിന് P1 P0 ഉണ്ട്, Q1 Q0 തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ബേസ് ഇയർ എന്ന് പറയുമ്പോൾ ഏതാണ്? P0. കറണ്ട് ഇയർ ഏതാ? P1. ബേസ് ഇയർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ Q0. കറണ്ട് ഇയർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ Q1. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ തന്നതിനെ ആദ്യം എടുത്ത് എഴുതുക. അപ്പോൾ ഫസ്റ്റ് കോളം കമ്മോഡിറ്റി എഴുതി, പിന്നെ P0 എഴുതി, P1 എഴുതി, Q0 എഴുതി, Q1 എഴുതി. ഇനി നമുക്ക് വേണ്ട ഇക്വേഷനിലെല്ലാം നമ്മൾ പഠിച്ചെന്താ? P1 Q0, P0 Q0, P1 Q1 അല്ലേ? P0 Q1. അപ്പോൾ ഇതാണ് അടുത്ത 4 കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? P1 Q0. രണ്ടാമത്തത് P0 Q0. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് തന്നെ എഴുതുക, കുഴപ്പമില്ല. ഇതിപ്പോൾ കോളം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയതുകൊണ്ടൊന്നും ഇവിടെ പ്രശ്നം വരില്ല. ഇതേ ഓർഡറിൽ എഴുതണമെന്നില്ല. പക്ഷേ ഈ 4 സംഭവങ്ങൾ അവിടെ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ P1 Q0 എടുത്തു, പിന്നെ P0 Q0 എടുത്തു, പിന്നെ P1 Q1 എടുത്തു, P0 Q1 എടുത്തു. 4 കോളത്തിൻ്റെയും ടോട്ടൽ കാണാം. അപ്പോൾ ഈ P1 Q0 കാണുന്ന വിധം അറിയില്ലേ? P1നെ Q0 കൊണ്ട് ഇൻറ്റു. അപ്പോൾ P1 ആദ്യത്തെ കേസിൽ എത്ര? 7 വരുന്നത്. Q0 എത്രയാണ്? 10. അപ്പോൾ 7 × 10 70. അങ്ങനെ ഓരോ കോളും ഇൻറ്റു ചെയ്തതിന് ശേഷം ആ കോളങ്ങളുടെ ടോട്ടൽ ചെയ്യണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഇൻഡെക്സ് നമ്പർ പഠിച്ച ആ ഫോർമുലയിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യേ വേണ്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റ് പേരുടെ ഫോർമുല പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? Q0നാണ് അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 × 100. അപ്പോൾ സുഖമായി നമുക്ക് ചെയ്യാലോ, കാരണം ഇവിടെ നമ്മളെല്ലാം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ P1 Q0 എത്രയാണ്? 272 ആണ്, ഡിവൈഡഡ് ബൈ 180 × 100. അപ്പോൾ 151.11 കിട്ടി. പാസ്റ്റയുടെ ഇക്വേഷനിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു അവിടെ വ്യത്യാസം? Q0നല്ല ഇമ്പോർട്ടൻസ്, Q1നാണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1 × 100. അതും ഇവിടെ നമുക്ക് എല്ലാ നമ്പറും കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ 218 ഡിവൈഡ് ബൈ 146 × 100 ചെയ്യുമ്പോൾ 149.32 കിട്ടി. ബൗളി ഡോർബിഷ് ഇൻഡെക്സ് നമ്പറിലേക്ക് വന്നപ്പോൾ നമ്മളെന്താ ചെയ്തത്? ആദ്യം പഠിച്ച എല്ലാ ഇക്വേഷൻ്റെയും പ്ലസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞത് അല്ലേ? മുകളിൽ നിന്ന് കോമൺ ആയിട്ട് പ്ലസ് ചെയ്യുക ഇൻറ്റു 100. പിന്നെ അവിടെ കോമൺ തന്നെയാണ്. അതിൻ്റെ മുമ്പിൽ ഒരു ഹാഫും കൂടി വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഹാഫ് ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം നടുവിൽ പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ ഈ ഹാഫ് ലാസ്റ്റ് ചെയ്യാവുള്ളൂ. ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ എന്താ അറിയോ? 272/180 എത്രയാണെന്നുള്ളത് ആദ്യം നോക്കുക. അതായത് 1.511 കിട്ടും. പ്ലസ് അതിനാണ് പ്ലസ് ചെയ്യേണ്ടത്. അല്ലാതെ 272 + 218 ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതിനെ പ്ലസ് ചെയ്യാം. അത് പലർക്കും അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം ഹാഫ് അതേപോലെ എഴുതണു, വാല്യൂ ഒക്കെ അതുപോലെ എഴുതിയിട്ട് ആദ്യം ചെയ്യേണ്ടത് 272 180 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1.511 കിട്ടി. പ്ലസ് ഇനി ചെയ്യേണ്ടത് 218/146 എത്രയാണ് നോക്കുക. അത് 1.493 ആണ് കിട്ടി. ഇനി കിട്ടിയതിന് ശേഷം ഇവ തമ്മിൽ ആഡ് ചെയ്യുക. ഈ 1.511 + 1.493 എത്രയാണ് നോക്കുക. അത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുക 3.004 ആണ് കിട്ടും. ഇനി ഇതിൻ്റെയാണ് ഹാഫ് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പം ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 150.2. എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിന് 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഈ 1.502 കിട്ടുന്നത്. ഇങ്ങനെയാണ് ബൗളി ഡോർബിഷ് ഇൻഡെക്സ് നമ്പർ വരുന്നത്. ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത 2 ഉത്തരം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ റൂട്ട് കണ്ടാൽ മതി. അത്ര തന്നെ ഉള്ളൂ ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 കോമ്പിനേഷനിലുള്ള കാര്യങ്ങൾ എടുത്തു. √272/180 × 218/146 × 100. അപ്പോൾ ഇവിടെ റൂട്ട് കാണുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 272/180 എത്രയാണെന്നുള്ളത് ആദ്യം നോക്കുക. 218/146 എത്രയാണ് നോക്കുക. എന്നിട്ട് അവ തമ്മിൽ ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്തതിന് ശേഷം വരുന്ന എമൗണ്ടിൻ്റെയാണ് റൂട്ട് കാണേണ്ടത് കേട്ടോ. അപ്പോൾ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 1.5021 കിട്ടും. ഇൻറ്റു
100. അതിന് ശേഷം 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ലാസ്റ്റാണ് അത് ചെയ്യേണ്ടത്. ഇതാണ് ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ 4 ചെയ്തപ്പോൾ അതിന് ഉത്തരം നോക്കൂ. ഏകദേശം അടുത്തടുത്ത് തന്നെ 150, 149, 150, 150.21. അപ്പോൾ ഇതൊന്ന് മനസ്സിലായത് എന്താ, ബൗളി, ഡോർബിഷും ഫിഷേഴ്സും ഏകദേശം ഒരേ ഉത്തരമാണ് തരുന്നത്. ശരിയല്ലേ? ഇനി മാർഷാൽ എഡ്ജ്വർത്ത് വരുമ്പോൾ എന്താ പ്രത്യേകത? ബൗളിയുടെ പോലെ തന്നെയാണ്, അവിടെ ഹാഫ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ സിഗ്മ P1Q0 ആ ഇക്വേഷനൊക്കെ എഴുതിയതിന് ശേഷം നമ്മൾ പ്ലസ് തന്നെയാണ് സൈന്, ഇൻറ്റു 100 ചെയ്തു, വാല്യൂസ് എല്ലാം എടുത്തെഴുതി, മുകളിലും താഴെയൊക്കെ പ്ലസ് ചെയ്തു അല്ലേ. 272 പ്ലസ് 210. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ മുകളിലത്തെ ആദ്യം ആഡ് ചെയ്യുക. 272 210 ചെയ്യുമ്പോൾ 490 വരും അവിടെ. ഇനി താഴത്തെ രണ്ടെണ്ണം ആഡ് ചെയ്യുക. 180 146 ആഡ് ചെയ്യുമ്പോൾ 326 കിട്ടി. എന്നിട്ട് അതിനെയാണ് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 കൊണ്ട് ചെയ്യേണ്ടത്. ഇതാണ് മാർഷാൽ എഡ്ജ്വർത്തിൻ്റെ ഈ ഒരു ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ. നമ്മൾ ഈ ഇക്വേഷനിൽ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്ലസ് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്രോബ്ലം ചെയ്തോടുകൂടി തന്നെ നമുക്കിവിടെ 5 മെത്തേഡ് നമ്മളിവിടെ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഈ വിധത്തിൽ പഠിച്ചു വെച്ചാൽ തെറ്റിപ്പോവില്ല. ആദ്യമുള്ള ഇക്വേഷൻ എന്താണെന്ന് എന്തിൻ്റെ ബേസിലാണ് നോക്കുക, രണ്ടാമത്തെ എന്താ നോക്കുക, പിന്നെ മൂന്നാമത്തെ പഠിക്കുമ്പോൾ രണ്ടും കൂടിയുള്ള കോമ്പിനേഷനാണ്. അവിടെ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്, സ്ക്വയർ റൂട്ട് കാണണം, ബാക്കി ഇൻറ്റു 100 അവിടെ ചെയ്യണം. നാലാമത്തേലേക്ക് വരുമ്പോൾ സെയിം ഇക്വേഷൻ തന്നെയാണ്. അവിടെ വരുമ്പോൾ എന്തായി, പേര് പഠിച്ചു വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ മാറിപ്പോവുള്ളൂ. അപ്പോൾ മൂന്നെണ്ണം വരെ എല്ലാവർക്കും ക്ലിയർ ആവും. നാലാമത്തെ മാർഷാലിൻ്റെ ആദ്യം പഠിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഡയറക്റ്റ് ആ ഇക്വേഷൻ മാത്രം എഴുതുക, പ്ലസ് മാത്രം ചെയ്യുക, ഇൻറ്റു 100. അടുത്തതിലേക്ക് അടുത്ത ആളുടെ എന്ന് പറയുമ്പോൾ ബൗളിയുടെ വരുമ്പം അതിൻ്റെ മുമ്പിൽ ഒരു ഹാഫും കൂടി വരിക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആ ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. കെലിയുടെ വരുമ്പം സിഗ്മ P1/P0 രണ്ടിലും ക്യൂ ആണ് വരുന്നത്. അപ്പം ഞാൻ ക്യൂ എന്താണെന്നും കൂടി കാണാനുള്ള ഒരു ഇക്വേഷനും കൂടി പഠിച്ച് പ്രോബ്ലം ചെയ്താൽ നമ്മുടെ ഈ ഒരു മെത്തേഡ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കെല്ലിയുടെ മോഡലിൽ ചെയ്യാനാണ് പറഞ്ഞത്. കെല്ലീസ് വെയ്റ്റഡ് ഇൻഡെക്സ് ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, കമ്മോഡിറ്റി ഉണ്ട്, പ്രൈസ് Q1 P1 Q1ഉം Q0ഉം P0 ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇക്വേഷനിൽ എന്താ പറഞ്ഞത്, സിഗ്മ P1Q/P0 Q ഇൻറ്റു 100 പറഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ Q എന്താണെന്ന് അറിയണം. ആ Q അറിയാനുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെ Q കാണുക, Q0 Q1 കൂടി ആഡ് ചെയ്യുക, /2 ചെയ്യുക, അത്രയേ ഉള്ളൂ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ കമ്മോഡിറ്റി ഒക്കെ എഴുതുക, പിന്നെ ഈ 4 കാര്യങ്ങൾ P1 Q1 Q0 P0 ഒക്കെ എഴുതി അടുത്ത ഒരു കോളം കൊടുക്കണത് എന്ത് കാണാനാണ്, Q കാണാനാണ്. ആ Q കാണേണ്ട വിധം പറഞ്ഞെന്നല്ലോ, 2 Qകൾ തമ്മിൽ കൂട്ടിയിട്ട് ആവറേജ് കാണാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ജസ്റ്റ് ഇവിടെ എങ്ങനെയാണ് കണ്ടതെന്നുള്ളത് നോക്കാം. Q കാണേണ്ടത് Q1ഉം Q0ഉം 10ഉം 8ഉമാണ്. 10ഉം 8ഉം എത്ര, 18. 18/2 പറഞ്ഞാൽ 9. അങ്ങനെയാണ് Q കിട്ടിയിരിക്കുന്നത്. പിന്നെ ചെയ്യാറില്ലേ, P1 Q എന്ന് പറയുമ്പോൾ P1ഉം P1 എത്ര, 5ആണ്. Q എത്ര കിട്ടി, ഇപ്പോൾ കിട്ടിയത് 9. അപ്പോൾ 5 × 9 45. അടുത്ത P0 Q എന്ന് പറയുമ്പോൾ P0 4, Q എത്രയാണ്, 9. 4 9 36. അങ്ങനെയാണ് ഇത് കണ്ടിരിക്കണം ഓരോന്നും. എന്നിട്ട് 2 കോളം ടോട്ടൽ ചെയ്തു. ടോട്ടൽ ചെയ്തതിന് ശേഷം ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു, സിഗ്മ P1Q/P0 Q ഇൻറ്റു 100. അപ്പോൾ 2 വാല്യൂ കിട്ടിയിട്ടുണ്ടല്ലോ, ആ വാല്യൂവിനെ അതുപോലെ തന്നെ എഴുതി ഇൻറ്റു 100ലേക്ക് കൺവേർട്ട് ചെയ്തപ്പം 130.79 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പ്രോബ്ലംസും ചെയ്യേണ്ടത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യേണ്ട മെത്തേഡ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇക്വേഷൻ മാറാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. കറക്റ്റായിട്ട് തെറ്റാതെ പഠിക്കുക, ഓരോരുത്തരുടെ ഇക്വേഷൻ ഏതാണെന്നുള്ളതും. കെല്ലീസിൻ്റെ മാത്രമാണ് ഒരു സ്ലൈറ്റ് ഡിഫറൻസ്, അത് Q കണ്ടുപിടിക്കാമെന്ന് മാത്രം. Q കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞാൽ 2 Qകളും കൂടി ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്യുക, /2 കൊണ്ട് ആവറേജ് കാണുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. വളരെ സിമ്പിളാണ്. ഇൻറ്റു ചെയ്യുമ്പോൾ ഒക്കെ മാറിപ്പോവാതിരുന്നാൽ മതി, തെറ്റാതിരുന്നാൽ മതി. കറക്റ്റായിട്ട് എടുക്കേണ്ട നമ്പറുകൾ കറക്റ്റായിട്ട് എടുത്ത് ചെയ്യുക, അതൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ വലിയ ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക്
പഠിക്കാൻ ടഫോ അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ഈ ഒരു ഓർഡറിൽ മാത്രം പഠിച്ചു വെച്ചാൽ മതി. കാരണം ആദ്യത്തെ ആളുടെ ലാസ്റ്റ് പെയർ എന്ന് പറയുമ്പം അവിടെ ബേസ് ഇയർ ക്വാണ്ടിറ്റിക്കാണ് പ്രാധാന്യം ഓർത്ത് വയ്ക്കുക. മറ്റത് പാസ്റ്റ് ഇയറുടെ വരുമ്പം പ്രസൻറ്റ് കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റിയാണ്. അത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ പറയുമ്പോൾ ഇൻറ്റു ചെയ്തിട്ട് എൻ്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോഴാണ് നമുക്ക് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ വരുന്നത്, ഫിഷേഴ്സിൻ്റെ വരുന്നത്. പിന്നെ വരുന്നത് മാർഷാലിൻ്റെ വരുന്ന സമയത്ത് സെയിം ഇക്വേഷൻ തന്നെ, അത് രണ്ടും പ്ലസ് ചെയ്യുന്നു എന്നുള്ളത്. അതേസമയം ബൗളിയുടെ വരുമ്പം അതേ ഇക്വേഷൻ തന്നെ ഫ്രണ്ടിലൊരു ഹാഫും കൂടി വരുന്നു എന്നുള്ളത്. അങ്ങനെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ പിന്നെ ഒരിക്കലും ഇത് തെറ്റ് വരില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ അങ്ങനെ പ്രോബ്ലംസ് ഒരുപാടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രോബ്ലം തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാറ്റിൻ്റെയും ടോട്ടൽ ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ഓരോന്നും മുകളിലത്തെ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത് കണ്ടുപിടിക്കുക ചെയ്ത് ടോട്ടലൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, സം ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് ബേസ് ഇയർ ക്വാണ്ടിറ്റി ടു ബേസ് ഇയർ പ്രൈസ്. അതിൻ്റെ അർത്ഥം എന്താ? P0 Q0 അതാണ് 440 എന്ന് തന്നെ. അങ്ങനെ നമ്മൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ അറിയണം. സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ബേസ് ഇയർ പ്രൈസ് പറയുമ്പോൾ P0 ആണ്. കറണ്ട് ഇയർ ക്വാണ്ടിറ്റി പറഞ്ഞാൽ Q1 ആണ്. അപ്പോൾ P0 Q1, അതുപോലെ P1 Q1, പിന്നെ P1ഉം Q0. ഇങ്ങനെ 4 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നതിന് എടുത്ത് എഴുതിയിട്ട് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, അവിടെ ഏതാന്ന് പറഞ്ഞില്ല. ഐഡിയൽ ഇൻഡെക്സ് നമ്പർ കാണാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഏത് കാണണം? നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷനാണ് കാണേണ്ടത്. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറാണ് കാണേണ്ടത്. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ ഇവിടെ. പിന്നെ ഓരോന്നും എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് പ്രകാരം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ് കണ്ടുപിടിക്കാനൊക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇക്വേഷൻ മാറാതെയും എടുക്കുമ്പോൾ തെറ്റാതെയും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വെയ്റ്റഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റീവ് മെത്തേഡിൽ എങ്ങനെയാണ് വെയിറ്റ് കൊടുക്കേണ്ടതെന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റുള്ള ആളുകളാണെച്ചാൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, ഓരോ പ്രോബ്ലംസും ഉള്ളവരാണെങ്കിൽ. അല്ലാത്തവർക്കും ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് പ്രോബ്ലംസൊക്കെ. പറ്റുമെങ്കിൽ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു. പിന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ അപ്പോൾ നമ്മളെല്ലാ മെത്തേഡും ഒറ്റ പ്രോബ്ലത്തിൽ തന്നെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനുള്ള ഒരു കമ്പാരിസൺ മാത്രമാണ്. ലാസ്റ്റ് പെയറുടെയും പാസ്റ്റ് ഇയറുടെയും ഇൻഡെക്സ് നമ്പേഴ്സ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ലാസ്റ്റ് പെയർ ഇൻഡെക്സ് നമ്പറിൽ നമ്മൾ പറഞ്ഞല്ലോ ബേസ് ഇയർ ക്വാണ്ടിറ്റി എടുക്കുന്നു, പാസ്റ്റ് ഡേയിൽ എടുക്കുന്ന കറണ്ട് ഇയർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. ലാസ്റ്റ് പെയർ ഇൻഡെക്സ് എന്ന് പറയുമ്പം സെയിം ബേസ് ഇയർ ക്വാണ്ടിറ്റീസ് തന്നെയാണ് വെയിറ്റ് ആയിട്ട് എടുക്കുന്നത്. അതൊരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല പീരീഡിനനുസരിച്ചിട്ട്. പാസ്റ്റ് ഇയർ എന്ന് പറയുമ്പം നമ്മൾ കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. അത് വെയിറ്റിനനുസരിച്ച് ചേഞ്ച് ആവുന്നില്ല. മൂന്നാമത്തെ കമ്പാരിസൺ പറയുമ്പോൾ ലാസ്റ്റ് പെയർ ഇൻഡെക്സ് നമ്പർ പറഞ്ഞാൽ ഓവർ എസ്റ്റിമേറ്റ് ഓർ ലീവ്സ് അപ്വേർഡ് ബയസിനൊക്കെ അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. പാസ്റ്റ് ആയിട്ട് ഡൗൺവേർഡ് ആയിട്ടുള്ള ബയസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഡൗൺവേർഡ് ബയസിലേക്കാണ് വിടുന്നത്. അപ്പം ഇതാണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ലാസ്റ്റ് പെയർ ഇൻഡെക്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പാസ്റ്റ് ഇയേഴ്സ് ഇൻ മെനി സിറ്റുവേഷൻസ് എന്നുള്ളതാണ്. പലതിലും പ്രിഫർ ചെയ്യുന്നത് ലാസ്റ്റ് പെയർ ഇൻഡെക്സ് ഈസ് ഓഫൺ പ്രിഫർ ടു പാസ്റ്റ് ഇയേഴ്സ് ഇൻ മെനി സിറ്റുവേഷൻ. പിന്നെ അതേപോലെ തന്നെ അധികവും ഇതിനൊരു സാമ്യം കൂടുതൽ വരുന്നത് ഏതിനോടാണെന്നുള്ളതാണ്. ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡെക്സ് നമ്പർ എടുക്കുന്ന സമയത്ത് തന്നെ നല്ലോണം ഇതിനൊരു സാമ്യം ഫിഷേഴ്സിൻ്റെയും ഈ ബൗളി ഡോർബിഷ് ഫോർമുല നമ്മൾ പറയുമ്പം ഇവിടെ പറയുന്നൊരു കാര്യമാണ്, അത് LP ഫോർമുല, അതിനോട് നല്ല സാമ്യം ഉണ്ടെന്നുള്ളതാണ് ബൗളി ഡോർബിഷ് ഫോർമുലയ്ക്ക്. ലാസ്റ്റ് പെയർസിൻ്റെയും പാസ്റ്റ് ഇയറുടെയും ഇതിനുമായിട്ട് നല്ലൊരു സാമ്യമുള്ളൊരു ഇതും കൂടിയാണ് വരുന്നത്. അതിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം പറഞ്ഞ ലാസ്റ്റ് പെയർ ഇൻഡെക്സ് എടുത്തപ്പോൾ 151 കിട്ടി, പാസ്റ്റ് ഇയറുടെ 149 കിട്ടി. അപ്പോൾ ബൗളിയുടെ രണ്ടിനോട് സാമ്യം എന്ന് പറയുമ്പോൾ എന്തായി? രണ്ടിൻ്റെ ഇടയിൽ പിടിച്ച നമ്പർ 150 ആണ് കിട്ടിയത്. കണ്ടോ? അപ്പോൾ അത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻസ് ഇവിടെ നല്ലോണം അഫക്റ്റ് ചെയ്യുന്നതാണ് ബൗളി ഡോർബിഷ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ലാസ്റ്റ് പെയറുടെ ചെയ്തപ്പോൾ 151ഉം പാസ്റ്റ് ഇയറുടെ 149ഉം. അപ്പോൾ ഇടയിൽ രണ്ടിനോട് ഒരു സാമ്യത പുലർത്തുന്നതാണ് ബൗളി ഡോർബിഷ് ഇൻഡെക്സ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഇക്വേഷൻ വൈസ് തന്നെ പഠിച്ച് ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കോളം മാറിപ്പോവാതെ ഇരിക്കുക, എടുക്കുന്ന നമ്പേഴ്സ് കറക്റ്റായിട്ട് ഇൻറ്റു ചെയ്യുക, അതിൻ്റെ വെയ്റ്റും സ്ക്വയർ റൂട്ടും ഒക്കെ കാണുമ്പോൾ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക. അവിടെയൊക്കെയാണ് ഇതിന് തെറ്റ് പറ്റുക. ഫോർമുലയൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിലും
ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ വരുന്ന തെറ്റുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ പ്രോബ്ലത്തിൽ കണ്ടുവരാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. എടുത്ത പോയിന്റുകൾ കറക്റ്റ് അല്ലേ, എമൗണ്ടുകൾ കറക്റ്റ് അല്ലേ എന്നുള്ളതൊക്കെ, കോമ്പിനേഷൻ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കോളം മാറി പോവാതിരിക്കാനും, അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്പർ മാറിപ്പോയിരിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്